അതായത് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയും പിന്നെ നമ്മുടെ അവതാരകരെല്ലാം ഇരുന്ന് ചർച്ചയില്ലല്ലോ. ഇത് മറ്റ് ബ്യൂറോകളിൽ പിന്നെ ഗസ്റ്റുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ചർച്ച നടത്തുന്ന സ്ഥലങ്ങളിൽ കറണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിലേക്ക് ശരീരം മാത്രമാണ്. അപ്പോൾ ഇത് ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന നമ്മുടെ വാർത്താ ചാനലുകൾക്ക് ഒരു ബ്യൂറോയിൽ എല്ലാ ബ്യൂറോകളിലും ഒരു ജനറേറ്റർ വാങ്ങി വെക്കാൻ പറ്റാഞ്ഞിട്ടല്ല. കഴിഞ്ഞ 10 വർഷക്കാലം അവർക്ക് അതിൻ്റെ ആവശ്യമേ വന്നിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ഏറ്റവും വലിയ മീൻസ് ഏറ്റവും പഴക്കം ചെന്ന ചാനലിൽ 10-30 വർഷം ഉണ്ടല്ലോ. അപ്പോൾ അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് എല്ലാ ബ്യൂറോകളിലും ഈ പറയുന്ന സംവിധാനം വേണ്ട. അവരുടെ സാധാരണ കറണ്ട് കൊടുത്താൽ തന്നെ അവരുടെ പണികളെല്ലാം നടക്കും, നമ്മുടെ എല്ലാ പണികളും നടക്കും. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ചർച്ചക്കിടയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു, പെട്ടെന്ന് ഇരുട്ടത്ത് നിന്നാണ്. അപ്പം എനിക്കെപ്പോഴും ഓർമ്മ വരിക നമ്മുടെ ശ്രീനിവാസൻ്റെ ചിന്താവിഷ്ടിയായ ശ്യാമള സിനിമയിലാണ്. സിനിമ തുടങ്ങുന്നത് ഇരുട്ടിലേക്കാണ്. അതായത് മൂപ്പരുടെ ശ്രീനിവാസൻ്റെ സിനിമയുണ്ടല്ലോ, അതായത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് തളത്തിൽ ദിനേശൻ്റെ കഥ എന്ന് പറയുന്ന പോലെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് പവർക്കട്ട് പൂച്ചയുടെ കഥ പറഞ്ഞ സിനിമയാണത്. അതായത് നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, തിയേറ്ററിൽ പോയിട്ട് ഇതിൻ്റെ സിനിമ കാണുമ്പോൾ ആദ്യം ടൈറ്റെല്ലാം കാണിച്ച് സ്ക്രീൻ മുഴുവൻ ഇരുട്ടാണ്. പെട്ടെന്നൊരു പാത്രം വീഴുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ അയ്യോ ആ പവർക്കട്ട് പൂച്ച വീണ്ടും വന്നോ എന്ന് ചോദിക്കും ആര്? നമ്മുടെ ശ്യാമള. അവരുടെ ശബ്ദമാണ് ആദ്യം കേൾക്കുന്നത്. എന്ന് വെച്ചാൽ പവർ കട്ട് എല്ലാ ദിവസവും ഉണ്ട്, ആ സമയത്ത് അരമണിക്കൂർ കൃത്യമായിട്ടാവുമ്പോൾ അടുക്കളയിലേക്ക് വരുന്നൊരു പൂച്ചയുമുണ്ട് എന്ന് ശ്രീനിവാസൻ എന്നേക്കുമായിട്ട് മൂപ്പരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ സ്ഥാപിച്ചു കളഞ്ഞു. പക്ഷേ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓർമ്മയില്ലാത്ത സംഗതി, നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ ബ്യൂറോകൾക്ക് ജനറേറ്ററുകളെ ആവശ്യമില്ലാത്ത ആ കാലം കടന്നു